الرحمن الرحيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برضا الله، أما بعد. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. اغفر لنا ولوالدينا ربنا ارحمهم كما ربونا صغارا، وأساتذتنا ومشايخنا وأقربائنا ومن له حق علينا ولجميع المسلمين. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ബഹുമാന്യരായ ഉസ്താദുമാരെ, സ്നേഹനിധികളായ സുഹൃത്തുക്കളെ, സഹോദര സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിതുവരെ കേട്ടതും ഇനി കേൾക്കുന്നതുമെല്ലാം നമുക്ക് രണ്ടു വീട്ടിലും ഉപകാരപ്പെടുത്തി തരുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിന്റെ അഹ്ലുകാരായി ആഖിറത്തിൽ രക്ഷപ്പെടുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, നമ്മൾ അല്ലാഹുവിന്റെ ഇഷ്ടപ്പെടുന്ന വിജ്ഞാനങ്ങളിൽ ഏറ്റവും പരിശുദ്ധമായ ഒരു ശ്രേഷ്ഠതയുള്ള ഒരു വിജ്ഞാന പഠനത്തിലാണ് നാം ഉള്ളത്. അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എന്തുകൊണ്ട് ഏറ്റവും അഷ്റഫായ ഇൽമായത് പണ്ഡിതന്മാർ പറയുന്നു. കാരണം ഇതിന്റെ വിഷയം ഖുർആനാണ്. ഏറ്റവും ഉന്നതമായ ഗ്രന്ഥമായ ഖുർആനുമായി ബന്ധപ്പെട്ട ഇൽമായതുകൊണ്ട് തന്നെ, എന്നല്ല, ആ ഖുർആൻ ആവുന്നത് തന്നെ ഈ ഇൽമ് പരിശീലിച്ച് പഠിക്കുന്ന സമയത്ത് മാത്രമാണ് എന്ന് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ മനസ്സിലായതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ബഹുമാനത്തിലും ആദരവിലും നമ്മൾ ക്ലാസ് ശ്രദ്ധിക്കുകയും വീണ്ടും വീണ്ടും കേട്ട് അള്ളാഹുവിന്റെ കലാം എങ്ങനെയാണോ ഇറങ്ങിയത് അതേപോലെ നമ്മോട് കൽപ്പിക്കപ്പെട്ടതുപോലെ ഖുർആൻ ഓതാൻ നമ്മൾ പരിശീലിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമുക്ക് എളുപ്പമാക്കി തരുമാറാവട്ടെ. നമുക്ക് ആ ലക്ഷ്യം വെച്ചുകൊണ്ട് മഹാന്മാരായ ഖിറാഅത്തിന്റെ ഇമാമിങ്ങൾക്കൊരു ഫാത്തിഹ ഓതി ഹദിയ ചെയ്യാം ഇൻഷാ അല്ലാഹ്. എല്ലാവരും വളരെ സാവധാനത്തിൽ ഭംഗിയായി സൂറത്തുൽ ഫാത്തിഹ ഓതി ആ ഖിറാഅത്തിന്റെ ഇമാമിങ്ങൾക്ക് ഹദിയ ചെയ്തതായി കരുതുക. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم.
صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. تقبل الله. كلام قديم لا يمل سماعه تنزه عن قول وفعل ونية به أشتفي من كل داء ونوره دواء لقلبي عند جهلي وحيرتي فيا رب متعني بسر حروفه ونور به قلبي وسمعي ومقلتي. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ഇസ്ലാം അബൂ യഹ്യ സക്കരിയ അൽ അൻസാരി റഹിമഹുല്ലാഹ്, ബഹുമാനപ്പെട്ട ഇബ്നുൽ ജസരി റഹിമഹുല്ലാഹയുടെ അൽ മുഖദ്ദിമത്തുൽ ജസരിയ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ബൈത്തിന്റെ വ്യാഖ്യാനം എഴുതിയ കൂട്ടത്തിൽ തജ്വീദിന്റെ പ്രാധാന്യം പറഞ്ഞ സ്ഥലത്ത് അവിടുന്ന് ധാരാളം ഹദീസുകൾ ഇത് സംബന്ധമായി കൊണ്ടുവരുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വലിയ സുന്ദരമായ ഖിറാഅത്തിന്റെ ഉടമയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ട് തന്നെ പറഞ്ഞു, മൻ അഹബ്ബ അൻ യഖറഅൽ ഖുർആന ഗദ്ദൻ കമാ ഉൻസില ഫൽയഖറ ഖിറാഅത ഇബ്നി ഉമ്മി അബ്ദ്. ആരെങ്കിലും ഖുർആൻ ഇറങ്ങിയതുപോലെ പച്ചയായി യാതൊരു വ്യത്യാസവുമില്ലാതെ എന്ന് പറഞ്ഞാൽ തജ്വീദിന്റെ തർത്തീലിന്റെ അങ്ങേയറ്റത്തെ ആ ഇത്ഖാനിലും പൂർണ്ണതയിലുമായിരുന്നു അവിടുത്തെ ഖിറാഅത്ത്. അപ്പൊ ആ നിലക്ക് ആരെങ്കിലും ഓതാൻ ഖുർആൻ ഇറങ്ങിയതുപോലെ ഓതാൻ കരുതിയാൽ ഫൽയഖറ ഖിറാഅത ഇബ്നി ഉമ്മി അബ്ദ്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഓത്തുപോലെ അവിടുത്തെ ഓതിക്കൊള്ളട്ടെ എന്ന് അവിടുന്ന് പറഞ്ഞതായി കാണാം. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് അവിടത്തേക്ക് ഓതിക്കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഖിറാഅത്ത് കേൾക്കാൻ വേണ്ടി അവിടുന്ന് ചോദിച്ചു, അഖറഉ അലൈക വഅലൈക ഉൻസിൽ, അങ്ങേക്ക് അല്ലേ ഖുർആൻ ഇറക്കപ്പെട്ടത്, അങ്ങേക്ക് ഞാൻ എന്തിനാണ് ഓതിത്തരുന്നത്? ഫഖാല നഅം, അതങ്ങനെ തന്നെയാണ്, പക്ഷേ ഉഹിബ്ബു അൻ അസ്മഅഹു മിൻ ഗൈരി, ഞാൻ മറ്റൊരാളിൽ നിന്ന് കേൾക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. അപ്പോ ഉസ്താദ്മാർ ഇവിടെ പണ്ഡിതന്മാരുടെ കാര്യം പറയുന്നുണ്ട്. ഉസ്താദ്മാരുടെ ഓത്ത് ഇങ്ങോട്ട് കേൾക്കുന്നത് പോലെ പഠിക്കുന്ന വിദ്യാർത്ഥി ഉസ്താദിന് അങ്ങോട്ടും ഓതിക്കൊടുക്കണം എന്ന പഠനത്തിന്റെ രണ്ടു വശങ്ങൾ ഈ ഹദീസിലൂടെ വ്യക്തമാക്കുന്നുണ്ട് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. അപ്പോ നമ്മൾ ഇതുപോലെ ക്ലാസ്സുകളൊക്കെ കേട്ട് നന്നായിട്ട് പരിശീലിച്ച് നല്ലൊരു കഴിവുള്ള, തെറ്റുകളൊക്കെ തിരുത്തിത്തരാൻ കഴിവുള്ള ഒരാൾക്ക് ഖിറാഅത്ത് നമ്മൾ കേൾപ്പിച്ചു കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനൊക്കെ ധാരാളം പ്രതിഫലങ്ങളാണ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അവിടുന്ന് പറഞ്ഞു, ലൈസ മിന്നാ മൻ ലം യതഗന്ന ബിൽ ഖുർആൻ. ഖുർആൻ അതിന് വ്യത്യസ്തമായ അർത്ഥങ്ങളുണ്ട്. ഒരു മുറാദ് ഖുർആനിന്റെ ആ അക്ഷരങ്ങളുടെ ശുദ്ധി പാലിച്ചുകൊണ്ട് സ്ഫുടമായ അറബി ഭാഷയുടെ അക്ഷരങ്ങൾ കീപ്പ് ചെയ്തുകൊണ്ട് അക്ഷരങ്ങളെ നന്നാക്കി തജ്വീദിന്റെ നിയമങ്ങൾ ഒപ്പിച്ച് പാരായണം ചെയ്ത് ഖുർആനെ ഭംഗിയാക്കാത്തവർ നമ്മളിൽപ്പെട്ടവനല്ല. അപ്പൊ വളരെയധികം ഒരു പ്രാധാന്യമുള്ളൊരു കാര്യമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒറ്റ കേൾവി കൊണ്ട് മാത്രം അല്ലെങ്കിൽ ഒറ്റ
പ്രസൻസ് കൊണ്ട് മാത്രം നിർത്താതെ നമ്മൾ ഇത് സൈറ്റിലും യൂട്യൂബിലൊക്കെ ഈ ക്ലാസ്സുകൾ ലഭ്യമാവും. അത് കേട്ടിട്ട് ഖുർആൻ നിർത്തിവെച്ച് നമ്മളിങ്ങനെ ഓരോ ആയത്ത് കേട്ട് അതവിടെ നിർത്തി നമ്മളും അതേപോലെ പരിശീലിച്ച് ഇങ്ങനെ ചെയ്യണം. നമ്മൾ സാധാരണ പറയുന്ന വലൈസ ബൈനഹു വബൈന തർകിഹി ഇല്ലാ റിയാദത്തും ബിഇംബി ഫക്കിഹി എന്ന് പണ്ട് നമ്മ പറഞ്ഞല്ലോ. എന്താണത്? വിശുദ്ധമായ ഖുർആൻ നന്നായി പാരായണം പ്രതിഫലം കിട്ടുന്ന രൂപത്തിൽ പാരായണം ചെയ്യുന്നതിന്റെയും അത് ഇല്ലാതിരിക്കുന്നതിന്റെയും ഇടയിലുള്ള വ്യത്യാസം എന്താണ്? ഇല്ലാ മുദാവമതുംരിഇൻ അല തക്റാരി വസമാഇഹി മിൻ അൽഫാദിൽ മശായിഖിൽ ഹുദ്ദാഖിൽ അബ്റാർ. നല്ല നിപുണന്മാരായ വിശ്വസ്തരായ ഉസ്താദ്മാരിൽ നിന്ന് കേട്ട് പഠിച്ച് പരിശീലിച്ച ഒരു ഉസ്താദിന്റെ വായിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഉച്ചാരണം നിരന്തരമായി കേൾക്കലും അത് ധാരാളം പ്രാവശ്യം ആവർത്തിച്ച് ആ ഉച്ചാരണത്തിന്റെ മേൽ നിത്യമാവുകയും ചെയ്യുക. ഇതല്ലാതെ ഒരു വ്യത്യാസവുമില്ല എന്ന് പറഞ്ഞാൽ ഇത് ചെയ്താൽ മാത്രമേ യഥാർത്ഥമായ പ്രതിഫലം ലഭിക്കുന്ന മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹി ഫലഹു ഹസനഹ് വൽ ഹസനതു ബിഅശ്രി അംസാലിഹാ എന്ന് പറഞ്ഞ ഒരക്ഷരത്തിന് ഒരു കൂലിയാണ്. ഒരു കൂലി എന്ന് പറഞ്ഞാൽ 10 ഹസനത്തിന്റെ പ്രതിഫലമാണ്, 10 ഇരട്ടിയാണ് എന്ന് പറഞ്ഞ ആ പ്രതിഫലം കിട്ടണമെങ്കിൽ മറ്റുള്ള റഹ്മത്തുകളും സമാധാനവും ഇറങ്ങുന്ന ഖിറാഅത്ത് ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അധ്വാനിക്കണം, പരിശീലിക്കണം. ഇതാണ് ഈ പറഞ്ഞതുകൊണ്ടുള്ള ഒരു ലക്ഷ്യം. അൽഹംദുലില്ലാഹ്. അപ്പോ നമ്മള് ആ ഒരു കാര്യം നമ്മളുടെ അടുത്ത് വേണം, എപ്പോഴും ഓർമ്മയിൽ വേണം. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഖിറാഅത്ത് നമുക്ക് സാധ്യമാവണമെങ്കിൽ, അല്ലെങ്കിൽ അക്ഷരങ്ങൾ തെറ്റിപ്പോകുന്ന ഒരവസ്ഥയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും ശരിയായ ഉസ്താദിൽ നിന്ന് കേട്ട് പരിശീലനവും ആവർത്തനവും നമ്മൾ നിർബന്ധമായും ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. നമുക്ക് നമ്മുടെ പാഠത്തിലേക്ക് വരാം. സൂറത്തു യാസീനിൽ ഇനി നമുക്ക് എവിടെ നിന്നാണ് ഓതുവാനുള്ളത്? മാഷാ അല്ലാഹ്, ജസാക്കുമുല്ലാഹ് ഖൈർ. 40 41 ആയത്ത് മുതൽ, അതായത് നെക്സ്റ്റ് പേജ് 1 2 3 4 പേജ്, മുസ്ഹഫിന്റെ പേജ് 443 അല്ലേ? അപ്പൊ ഞാൻ ആദ്യം ഓതാം. അതിനുശേഷം അതിൽ വരാൻ സാധ്യതയുള്ള അക്ഷരത്തെറ്റുകൾ ഞാൻ പറയുമ്പോൾ നിർബന്ധം. മാഷാ അല്ലാഹ്, കുറെ ആളുകൾ നോട്ട്ബുക്കിൽ എഴുതി വെച്ച് അത് പരിശീലിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. അതേപോലെ നമ്മളൊക്കെ ചെയ്യണം. എഴുതുന്നതിന് മൻ കതബ ഖറ എന്നാണല്ലോ. എഴുതി വെച്ചാൽ എഴുതിയ സ്ഥലത്തും സ്ഥിരപ്പെടും, നമ്മുടെ മനസ്സിലും സ്ഥിരപ്പെടും. അങ്ങനെയാണ്. എഴുതിയാൽ നമുക്ക് പിന്നീട് ആ ഭാഗം ഓതുമ്പോ നമ്മുടെ മനസ്സിൽ ഓർമ്മയുണ്ടാവും. അപ്പൊ വആയത്തുൽ ലഹും അന്നാ ഹമൽന, അവിടുന്ന് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من
يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين وإذا قيل لهم أنفقوا مما رزقكم الله قال الذين كفروا للذين آمنوا أنطعم من لو يشاء الله أطعمه إن أنتم إلا في ضلال مبين إن كنتم صادقين ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون فلا يستطيعون توصية ولا إلى أهلهم يرجعون ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون صدق الله العظيم. അൽഹംദുലില്ലാഹ്. നമുക്ക് 41-ാമത്തെ ആയത്ത് മുതൽ ഇൻഷാ അല്ലാഹ് ഒന്നുകൂടെ ഒന്ന് കൂടി ഓതി പരിശീലിക്കാം. അസ്അലുല്ലാഹ തൗഫീഖ് ഇൻഷാ അല്ലാഹ്. وآية لهم أنا حملنا ذريتهم وآية لهم. ഹംസയുടെ കാര്യം എപ്പോഴും ഉണർത്തുന്നതാണ്.
വആയത്തുല്ലഹും എന്നല്ല, വആയത്തുല്ലഹും അന്ന. അവിടെ ലഹും എല്ലാവരും മുസ്ഹഫിലോട്ട് നോക്കണം. വആയത്തുല്ലഹും എന്ന് പറയുമ്പോ ഹംസയുണ്ട്. അപ്പൊ ലഹും അന്ന, ലഹും അന്ന എന്ന് ഹംസ ചേർത്തി വായിക്കുമ്പോ ഹംസ പറയണം. അന്ന എന്ന് പറയുമ്പോഴല്ല, അങ്ങനെ പറയുമ്പോ എല്ലാവരും ഹംസ പറയും. അതേസമയത്ത് ലഹും എന്നതിനെ ചേർത്തി പറയുമ്പോ ലഹുമന്ന എന്ന് പറയരുത്. അത് കഴിഞ്ഞിട്ട് ഹമൽന എന്നല്ല, മറിച്ച് ഹമൽന. ശരിയായ ഹ തന്നെ വരുന്നുണ്ടോന്ന് ഉറപ്പുവരുത്ത. ഹമൽ എന്ന ലാമിനെ സാധാരണ ഒരു അൽഹംദുൽ ഉച്ചരിച്ച പോലെ പറഞ്ഞിട്ട് വേണം ന എന്ന് പറയാൻ. അതിന്റെ കാരണം മുമ്പ് നമ്മൾ പറഞ്ഞതാണ്, ഒരേ ഏകദേശം അടുത്ത മഖ്റജാണ്. ഹമൽന. അതേപോലെ ദുർരിയതഹും എന്ന് ആരെങ്കിലും ശീലിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റണം. ദു എന്ന ദാല് തന്നെയാണോ അവിടെ ഞാൻ ഓതി വരുന്നത് എന്ന് പരിശോധിക്കണം. പിന്നെ ദുർരിയതഹും എന്ന പദത്തിൽ എത്ര ശബ്ദുണ്ട്? കം ശബ്ദൻ? രണ്ടുണ്ട് അല്ലെ? പക്ഷേ റാഉം യാഉം ശബ്ദ് വരുമ്പോ ഒരേപോലെയല്ല. കാരണം യാ റിഖ്വിന്റെ അക്ഷരാണ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ശബ്ദം സുഗമമായി നടക്കുന്ന. അപ്പൊ യാഇന്റെ ശബ്ദ് ഇയ്യാക എന്ന് പറയാൻ പാടില്ല, 5000 എന്ന് പറയുന്ന പോലെയാണ് അല്ലെ? എന്നാൽ റാഇന്റേത് അതിനേക്കാളും ഒരല്പം കൂടി ശിദ്ദത്തുണ്ടാവും. അതിന്റെ ഒരു ബാലൻസ് നമ്മൾ കീപ്പ് ചെയ്യണം. ട്ടോ. അതേ സമയത്ത് നമ്മൾ ഓതാണ് ഹമൽനാ ദുരിയതഹും ഫിൽ ഫുൽക്കിൽ മശ്ഹൂൻ. ദുരിയതഹും എന്ന് പറയുമ്പോഴോ രണ്ട് ശബ്ദും നഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നമുക്കറിയാം ഫാത്തിഹയിൽ ഈ ശബ്ദിന്റെ പ്രാധാന്യം അറിയാന് ഫിഖ്ഹിലേക്ക് നോക്കിയാലും അത് ഈ നിസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം തഹിയ്യാത്താണെങ്കിലും ഫാത്തിഹയാണെങ്കിലും ഒരു ശബ്ദ് നഷ്ടപ്പെട്ടാൽ ആ ഫാത്തിഹയിൽ നിന്ന് ഒരക്ഷരം നഷ്ടപ്പെട്ടതുപോലെയാണ്. അതുകൊണ്ട് ബാത്തിലാണ്. നിസ്കാരം ബാത്തിലാവുന്ന കാര്യം അതിന്റെ ഗൗരവം ഉസ്താദ് നേരത്തെ നമ്മളെ ഉണർത്തി. അപ്പോ അക്ഷരം നഷ്ടപ്പെടുന്ന ഭീമമായ തെറ്റാണ് നമ്മള് ദുരിയതഹും എന്നോ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്നൊക്കെ ഓതല്. അപ്പൊ ദുരിയതഹും എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ദുരിയതഹും എന്ന് പറയണ അത്രയും സമയം കൊണ്ട് ദുരിയതഹും എന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ പറ്റൂലേ? ഇല്ല, പറയാൻ കഴിയില്ല. കാരണം ദുരിയതഹും എന്ന് പറയുമ്പോ ഓരോ റാവും ഓരോ യാ അല്ലേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇതുവരെ ഓതുന്ന ഒരു സ്പീഡില് ആ കൂടിയ ഓത്തില് നമ്മള് തൽക്കാലം അതവിടെ നിർത്തിവെച്ചിട്ട് ദുരിയത്ത് അക്ഷരങ്ങളും ശബ്ദങ്ങളും സുക്കൂനും ഫത്ഹും വരുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ എത്ര സാവധാനത്തിലാക്കണം ഓരോരുത്തർ. അത് ഓരോരുത്തരുടെയും എക്സ്പീരിയൻസും ഖിറാഅത്തിലുള്ള പരിചയമൊക്കെ പോലെ ഇരിക്കും. അതെ അതെ അതെ, മാഷാ അല്ലാഹ്. ഫത്ഹുൽ മുഈനിലൊക്കെ പറഞ്ഞു വയജിബു റിആയത്തു ഹുറൂഫിഹാ വതശ്ദീദാതിഹാ. ശബ്ദങ്ങളും അക്ഷരങ്ങളും പരിശോധിക്കണം. അപ്പോ ദുർരിയതഹും എന്ന് തന്നെ പറയണം. ഫിൽ ഫുൽക്കിൽ മശ്ഹൂൻ. ആ ഒരു ചേർത്തി വായനയിൽ കണ്ടോ വളരെ ഭംഗിയായി പറഞ്ഞു കഴിഞ്ഞാൽ 3 ലാമും ഒരേപോലെ ഉച്ചരിക്കുന്നത് കേൾക്കാൻ പറ്റും അല്ലേ? ദുർരിയതഹും ഫിൽഫിൽ മശ്ഹൂൻ. ഫിൽഫിൽ എന്ന് പറഞ്ഞാലോ ഫിൽഫിൽ എന്ന് സ്പീഡാക്കരുത്. ദുർരിയതഹും ഫിൽ ഫുൽക്കിൽ മശ്ഹൂൻ അല്ലെ? കഴിഞ്ഞ ക്ലാസ്സിൽ ആരോ പറഞ്ഞതുപോലെ ഇവിടെ എങ്ങനെ ഒരു അക്ഷരം ഉണ്ട് എന്ന് തന്നെ ഇപ്പോ ഈ തജ്വീദ് ക്ലാസ്സിൽ ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത്. അപ്പൊ എന്നതുപോലെ ഇവിടെ ഇങ്ങനെ 3 ലാം സുക്കൂനായിട്ട് ഒരേപോലെ ഭംഗിയായി വരുന്നത് തന്നെ ചിലപ്പോ നമ്മൾ സാവധാനം ഓതി നോക്കുമ്പോഴാണ് അറിയുന്നത്. അപ്പൊ വളരെ സാവധാനത്തിൽ ഇതുവരെ യാസീൻ ഓതാൻ 10 മിനിറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു 20 മിനിറ്റ് നമ്മൾ കണക്കാക്കി. ചിലപ്പോ അതിന്റെ മുമ്പ് തീർന്നുകൊള്ളും.
ഫിൽ ഫുൽകിൽ മഷ്ഹൂൻ. അതേപോലെ മഷ്ഹൂൻ എന്നാണോ മഷ്ഹൂൻ എന്നാണോ പറയേണ്ടത്? അത് നമ്മൾ ഇപ്പൊ മുസ്ഹാഫിൽ നോക്കി നമുക്ക് തീരുമാനമെടുക്കാം. ഹ ആണ്, അപ്പൊ പിന്നെ മഷ്ഹൂന്നേ പറ്റൂ. ഫിൽ ഫുൽകിൽ മഷ്ഹൂൻ. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളും അവന്റെ അത്ഭുതകരമായ കഴിവുകളും ആണ് അള്ളാഹു പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെറിയ രൂപത്തിൽ ഉണർത്തിയിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകമായ ഒരു ബാലൻസും അവന്റെ ഒരു അനുഗ്രഹവും അവന്റെ അപാരമായ കഴിവുകൊണ്ടും മാത്രമാണ് നിറയെ ചരക്കുകളോ ആളുകളോ മറ്റു മൃഗങ്ങളോ ഒക്കെയായി ഈ വലിയ മാൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമുദ്രത്തിലൂടെ ഈ കപ്പലിങ്ങനെ സുരക്ഷിതമായി നിങ്ങളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിമോ മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. ചെറിയൊരു ചുരുക്കസാരാണ് കേട്ടോ പറയുന്നത്. അതാണ് മഷ്ഹൂൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഷഹ്ൻ എന്ന് പറഞ്ഞാൽ കാർഗോ പറയാറുണ്ടല്ലോ ഇവിടെ അല്ലെ. ഗൾഫിലൊക്കെ ഉള്ള ആളുകൾക്ക് അറിയാം. നിറക്ക മൊബൈലിൽ ചാർജ് ചെയ്യുന്നതിന് ഷഹ്ൻ എന്ന് പറയും. ഷഹ്നുൽ ബത്താരിയ. നഅം. അപ്പൊ ഫിൽ ഫുൽകിൽ മഷ്ഹൂൻ ഫിസ് സഫീനത്തിൽ മംലൂഅതി ബിൽ അംതിഅതി വൽ ഹയവാനാത്ത്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിലുണ്ടായ ആ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കപ്പൽ നിറച്ച്, അതും മറ്റുള്ള മൊത്തത്തിലെല്ലാം. ഏതായാലും അപ്പൊ മഷ്ഹൂൻ എന്ന് ഹ ആണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇനി നമുക്ക് ഒന്ന് ഓതി നോക്കാം. എല്ലാവരും ഒന്ന് ഉഷാറായിട്ട് അസലൊന്നും പിടിക്കാതെ വളരെ റിലാക്സ് ആയിട്ട് ഖുർആന്റെ അക്ഷരങ്ങൾ പറയാൻ യാതൊരു പ്രയാസവുമില്ല. തെറ്റായി ഏതെങ്കിലും അക്ഷരങ്ങൾ നമ്മൾ ഇതുവരെ പറഞ്ഞ് പതിവാക്കിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കുമ്പോൾ ചെറിയൊരു അധ്വാനം വേണം എന്ന് മാത്രമേ ഉള്ളൂ. അതേസമയത്ത് നമ്മൾ പഠിച്ചെത്തിക്കഴിഞ്ഞാൽ യാതൊരു പ്രയാസവുമില്ല. ഇൻഷാ അല്ലാഹ്. അപ്പൊ എല്ലാവരും ഓത. വആയതുൽ ലഹും അന്നാ ഹമൽനാ ദുർരിയതഹും ഫിൽ ഫുൽകിൽ മഷ്ഹൂൻ. مرة أخرى. وآية لهم أنا حملنا ذريتهم في الفلك المشحون. فحملنا مشحون. المشحون أودك എന്താണ്? حاء. وخلقنا لهم എന്ന് പറയുമ്പോൾ പിന്നെ വ എന്നത് നേർപ്പിച്ച് പറയുന്ന ഒരു അക്ഷരമാണ് അല്ലെ. ഹ എന്ന് പറയുന്നത് വണ്ണിച്ച് പറയേണ്ടതാണ്, വായ നിറച്ച്. ല എന്ന് പറയേണ്ടത് നേർപ്പിച്ചിട്ടാണ്. ഖാഫ് എന്ന് പറയേണ്ടതോ ഖാഫ് പറയേണ്ടത് വണ്ണിച്ചുകൊണ്ടാണ് അല്ലെ. അപ്പോ പിന്നെ നാ എന്ന് പറയേണ്ടതോ നേർപ്പിക്കണം. അപ്പോ വിപരീതമായ വണ്ണിക്കലും നേർപ്പിക്കലിന്റെ വിഷയത്തിൽ വിപരീത സ്വഭാവങ്ങളുള്ള അക്ഷരങ്ങൾ അടിക്കടി വരുമ്പോ അവിടെയാണ് ഒരു ഖിറാഅത്ത് പഠിച്ച ആളുടെ ഓത്തും അല്ലാത്തവരുടെയും ഖിറാഅത്തും തമ്മിലുള്ള ആ ഭംഗിയുടെ വ്യത്യാസം കേട്ടോ. അപ്പോ وخلقنا لهم അല്ല, وخلقنا لهم അങ്ങനെയുമല്ല. وخلقنا لهم من مثله ഇതിന്റെ സംശയമുള്ള മീമ് വരുന്നുണ്ട്. അപ്പോ അതൊക്കെ മണിച്ച് വളരെ ഭംഗിയായി പറയണം. وخلقنا لهم من مثله ما يركبون. മിസ്ലിഹീമ എന്ന ഹായിനൊക്കെ പറഞ്ഞ് നീട്ടി അത് കഴിഞ്ഞിട്ട് യർക്കബൂൻ എന്നല്ല, നമ്മൾ ചെറുക്കൻ എന്നൊക്കെ പറയണ പോലെ യർക്കബൂൻ എന്നാ പറയാ. യർക്കബൂൻ. അതേപോലെ കാഫും ശ്രദ്ധിക്കണം.
അതേപോലെ റായിനെ നമ്മൾ വണ്ണിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ യർകബൂൻ എന്ന് യാവും കൂടെ വണ്ണിക്കപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മളത് നേർപ്പിച്ചുകൊണ്ട് യർകബൂ, നിങ്ങൾ പറഞ്ഞു നോക്കൂ, യ എന്നുള്ളത് സാധാ പോലെ യർകബൂൻ وخلقنا لهم من مثله ما يركبون. എല്ലാവരും ഒന്ന് ഓതു. وخلقنا لهم من مثله ما يركبون. പിന്നെ وإن نشأ نغرقهم. ഈ ആയത്ത് നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. അവിടെയുള്ള ഹംസകൾ എത്രണ്ണം ഉണ്ട്, അതെങ്ങനെയാണ് ഉച്ചരിക്കുക. അതേപോലെ നുഗ്രിഖുഹും ഗൈൻ ഖാഫ് എന്നീ രണ്ട് വണ്ണിക്കേണ്ട അക്ഷരങ്ങളുണ്ട്. പിന്നെ സ്വരീഖ എന്ന പദത്തിൽ പിന്നെ സ്വാദും ഖാഉമാണ്, സരീഹലഹും എന്നല്ല, സ്വരീഖ. പിന്നെ അതേപോലെ തന്നെ വലാഹും കഴിഞ്ഞിട്ട് എന്താണ്, യുൻകദൂൻ എന്നല്ല. നമ്മൾ ആരെങ്കിലും അങ്ങനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് സാവധാനം വളരെ സ്ലോലി പറഞ്ഞ് വലാഹും യുൻഖദൂൻ, ഖാഫും ദാലും. യുൻഖ എന്ന് പറയുമ്പോൾ വലിയൊരു അക്ഷരമാണ്, ഖാഫ് പറയണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ദൂൻ എന്ന് തന്നെ പറയണം. നമ്മൾ ഓതുമ്പോ അങ്ങനെ വരണം, യാസീൻ ഓതുമ്പോ. അതിന് നിങ്ങളൊരു 19 പ്രാവശ്യം അത് ശരിയാക്കി പറഞ്ഞാൽ മതി ഓരോ വേർഡ്. ആദ്യം ഇന്നശ എന്ന് 2 ഹംസ ഉച്ചരിച്ചിട്ട്, 2 ഹംസ അവിടെ അല്ലേ ഉണ്ട്, ഈ എന്ന് പറയുന്നതും പിന്നെ നശ എന്ന് നശ എന്ന ലാസ്റ്റ് അക്ഷരവും. പക്ഷെ നശ നിങ്ങൾ പറയില്ല, കാരണം കൽക്കലത്ത് എന്ന അക്ഷരങ്ങളില് ഹംസ ഇല്ലാത്തത് കൊണ്ടാണത്. അപ്പോ വൈന്നശാനൊരിക്കും വലാത്തീകലും വലാമുഖദൂൻ എന്നാണ് നമ്മൾ ഓതി വരുന്നതെങ്കിൽ നമ്മൾ വലിയ കുറ്റക്കാരാണ് ആ ഓത്തുകൊണ്ട്, ഒറ്റ ആയത്തന്നെ. അപ്പോ എല്ലാരും ഒന്ന് പറഞ്ഞു നോക്കൂ, അത് മാത്രം. ഒരു കാര്യം കൂടെ പറയാം, നുഗ്രിഖുഹും എന്ന് പറയുമ്പോ ഖാഫ് നിങ്ങളൊരു കണ്ണാടി വെച്ച് നോക്കണം. നുഗ്രിഖ് എന്ന് പറയുന്ന ഖാഫ് പറയുമ്പോ ചുണ്ട് മുന്നോട്ടാവുന്നുണ്ടോ എങ്കിൽ എന്താവും, ഹാഇനെ പോലെ ഖാഫിനും ലമ്മാവും. നുഗ്രിഖുഹും പലപ്പോഴും അങ്ങനെയാണ് വരിക. പക്ഷെ ഫലഖ് എന്ന് പറയുമ്പോ എങ്ങനെയാണോ, അല്ലെങ്കിൽ അഖ് എന്ന് പറയുമ്പോൾ ചുണ്ടിന്റെ അവസ്ഥ എന്താണ്, അതേ അവസ്ഥയിൽ ഇരിക്കണം ചുണ്ടുകൾ, നേരെ ഇരിക്കണം, സുക്കൂന് പറയുമ്പോൾ ഉള്ളതുപോലെ. എന്നാലേ നുഗ്രിഖ് എന്ന് പറയുമ്പോൾ സുക്കൂന് വരുള്ളൂ. എല്ലാരും ഒന്ന് പറഞ്ഞു നോക്കൂ, 2 ഹംസയും ഗൈൻ ഖാഫിന് സുക്കൂനും. ശ്രദ്ധിച്ചോ, ഖാഫ് കണ്ണാടിയൊക്കെ ഉള്ള ആളുകള് ഖാഫ് പറയുമ്പോ ചുണ്ട് എങ്ങനെ, നുഗ്രിഖുഹും ഫല എന്നാണ് പലപ്പോഴും പലരും ഓതുമ്പോ വരുന്നത്. അതിന്റെ കാരണം നമുക്ക് അവിടെ സുക്കൂനാണെന്ന് അറിയാം, പക്ഷേ തൊട്ടുശേഷം കൂന്ന് വന്നതുകൊണ്ട് ഇവിടെയും ഹും എന്ന ലമ്മ വന്നതുകൊണ്ട് നുഗ്രിഖ് എന്ന സുക്കൂന് നഷ്ടപ്പെടുമെന്ന പോയിന്റ് ചിലപ്പോ നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ്. അപ്പോ ഇന്നു മുതൽ അത് ശ്രദ്ധിച്ചാൽ മതി. എന്ന് പറയുമ്പോ നമുക്കറിയാം ഇവിടെ എന്ന് പറയുമ്പോ സാക്കിന മീമ് വന്നു, പിന്നെ ആരാ വരുന്നത്, എല്ലാരും അടിച്ചാട്ടെ. നുഗ്രിഖുഹും ഫല എന്ന് പറയുമ്പോ സാക്കിന മീമ് വന്നിട്ട് പിന്നെ ഏതക്ഷരാണ് വരുന്നത്, ഫ ആണല്ലേ. നമുക്ക് മാഷാ അല്ലാഹ് നമുക്കറിയാം സാക്കിന മീമിന്റെ ശേഷം ചുണ്ടിൽ നിന്ന് തന്നെ വരുന്ന വാവോ ഫ ഓ വന്നാൽ എന്താ പറഞ്ഞത് പണ്ഡിതന്മാര്,
واحذر لدى واو وفاء تختفي അല്ലെ മീമ് മുഖ്തഫിയായി പോവും, മറഞ്ഞു പോവും, കാണാണ്ടാവില്ല. അപ്പൊ അങ്ങനെ സംഭവിക്കരുത്, സ്പീഡിൽ ഓതരുത്. ഫലാ സ്വരീഖ നുഗ്രിഖുഹും ഫലാ, നിങ്ങൾ പറഞ്ഞു നോക്കൂ, നുഗ്രിഖുഹും ഫലാ നുഗ്രിഖുഹും ഫലാ. ഫല കാറ്റോടുകൂടെ പറയണം. ഫല കഴിഞ്ഞിട്ട് എന്താ അതല്ല ഇപ്പൊ തന്നെ ഒന്ന് പറയൂ. എന്ന് പറയുന്ന വായ നിറച്ച് കേൾക്കേണ്ട സ്വാദും പിന്നെ സ്വരീഖ എന്നാണ് അല്ലെ. അപ്പൊ ഇത്രയും കാലം നമ്മൾ എന്താ പറഞ്ഞത് എന്ന് നമുക്ക് ഉറപ്പില്ല. ഏതായാലും അഥവാ തെറ്റാണെങ്കിൽ ശരിയാക്കാലോ. ഫലാ സ്വരീഖ ലഹും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഇൻ നശഅ നുഗ്രിഖുഹും, നമ്മൾ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ കപ്പലും കടലും ആ ഒരു ബാലൻസിൽ ഇങ്ങനെ പോകുന്നതിനെ അണ്ട് നിയന്ത്രണം ഞാൻ വിട്ടുകഴിഞ്ഞാൽ എന്റെ കുദറത്ത് കൊണ്ട് അങ്ങനെ പോവാണ്. നുഗ്രിഖുഹും, ആ പോകുന്ന എല്ലാവരും അവരുടെ ചരക്കടക്കം മുക്കി താഴോട്ട് പതിച്ചു പോകും. കടലിൽ ഒരാൾക്കും സഞ്ചരിക്കാൻ കഴിയില്ല, അള്ളാഹു കീഴ്പ്പെടുത്തി തന്നതാണ് ബഹറിനെ. അപ്പോ അള്ളാഹു പറയണം നുഗ്രിഖുഹും ഫലാ സ്വരീഖ ലഹും, അവർക്ക് അട്ടഹസിച്ച് വിളിച്ച് കരഞ്ഞിട്ട് രക്ഷപ്പെടുത്താൻ ആരുണ്ടാവില്ല. ഇല്ലാ റഹ്മതൻ മിന്ന, അള്ളാഹുവിന്റെ അപാരമായ ഒരു സൃഷ്ടികളോടുള്ള കരുണ കൊണ്ടും അപാരമായ റഹ്മത്ത് കൊണ്ടും മാത്രമാണ്. അപ്പൊ ഫലാ സ്വരീഖ ലഹും ഫലാ മുഗീസ ലഹും, അവരെ കാക്കാൻ ആരുണ്ടാവില്ല. സുബ്ഹാനഹു വ തആല. അൽഹംദുലില്ലാഹ്. അപ്പൊ എന്താണ് പറയുന്നത്? അപ്പൊ ആ പദം നമ്മൾ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യണം. സ്വരീഖ, ഫലാ സ്വരീഖ ലഹും ഫലാ സ്വരീഖ ലഹും വലാഹും. അവിടെയും സാക്കിന മീമിന്റെ ശേഷം വാവ് വന്നു. നമ്മൾ സ്പീഡിലാണ് ഓതുന്നതെങ്കിൽ ഇങ്ങനെയാണ് വരിക, ഫലാ സ്വരീഖ ലഹും വലാഹും യുൻഖദൂൻ. ഒന്നുകിൽ വാവ് ഉണ്ടാവൂല, അല്ലെങ്കിൽ മീം ഉണ്ടാവൂല. ചുണ്ട് കൂടിയിട്ടില്ലെങ്കിൽ മീം ഉണ്ടാവൂല. അതേസമയത്ത് ഇങ്ങനെയാണ് ഓതുന്നത് എന്ന് വിചാരിക്കുക, ഫലാ സ്വരീഖ ലഹും വലാഹും. ലഹും വലാഹും എന്നാണെങ്കിൽ എന്തോ ഒരു ശബ്ദം ഉണ്ടായി എന്നല്ലാതെ രണ്ട് ചുണ്ടും മുന്നോട്ടാക്കി വാവ് പറഞ്ഞിട്ടില്ല. അപ്പോ അതും ശ്രദ്ധിക്കുക. വലാഹും യുൻഖദൂൻ, അവിടെ എന്താ ശ്രദ്ധിക്കാനുള്ളത്? ഹാ പറയണം. വലാവും വലാവും എന്ന് പറഞ്ഞാൽ പറ്റൂല. വലാഹും പറഞ്ഞു നോക്കൂ. വലാഹും വലാഹും. അത് കഴിഞ്ഞിട്ട് വലാഹും യുൻഖദൂൻ. യുൻഖദൂൻ എന്നൊക്കെ കേൾക്കാറുണ്ട്, മങ്കൂസ് എന്നൊക്കെ പറയണ പോലെ. അൽ മുങ്കിദു മിനൽ വലാൽ, ഇങ്ങനെ പലതും കേൾക്കാറുണ്ട്. അപ്പോ വലാഹും യുൻഖദൂൻ കേട്ടോ. അപ്പൊ നമുക്കൊന്ന് ഓതി നോക്കാം ഇൻഷാ അല്ലാഹ്. എല്ലാവരും സാവധാനം എന്നാൽ പ്രയാസരഹിതമായി. وَإِن نَّشَأْ نُغْرِقْهُمْ فَلَا صَرِيخَ لَهُمْ وَلَا هُمْ يُنقَذُونَ. وَلَا هُمْ يُ എന്ന് തന്നെ യാ പറയണം. നമ്മൾ കടുപ്പ് ഓതിയിട്ട് വലാഹും യുൻഖദൂൻ, മ്യൂ എന്നല്ല, മ്യൂ. അതേപോലെ ഞാൻ വിട്ടുപോയൊരു കാര്യമുണ്ട് അവിടെ. ഗൈന് സുക്കൂൻ ആവുമ്പോ പലർക്കും ഒന്നുകിൽ നുഅരിക്കുഹും എന്നാവും, അല്ലെങ്കിൽ ഇനി ഗൈന് പറഞ്ഞ ആളെന്ന് നുഖ്ദിഖുഹും, അസ്തഗ്ഫിറുല്ലാഹ്, മഗ്ഫിറ ഗൈറിൽ മഖ്ലൂബി. ഇങ്ങനെയൊക്കെ ഒരു ഹംസയുടെ സ്വഭാവത്തിൽ വരരുത്. എന്താ കാരണം എന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് എന്താണ്? ഗൈൻ എന്ന് പറയുന്നത് ഔ അൽ എന്നൊക്കെ അക്ഷരം പോലെ തന്നെ ശബ്ദം മഖ്റജിൽ ഇങ്ങനെ നീളും, അല്ലെങ്കിൽ ശബ്ദം നടക്കും എന്ന് പറയാം. അപ്പൊ ശബ്ദം നടക്കുന്ന അക്ഷരമാണ്. അപ്പോ അൽ മഗ്ദൂബി അൽ മഗ്ദൂബി കേട്ടോ. എന്നതുപോലെ തന്നെ وَإِن نَّشَأْ نُغْرِقْهُمْ فَلَا صَرِيخَ لَهُمْ وَلَا هُمْ يُنقَذُونَ. ഇങ്ങനെ തന്നെ നമ്മൾ പഠിക്കണം.
ഇല്ലാ റഹ്മതം മിന്നാ എന്ന് പറയുമ്പോ നമ്മൾ ശ്രദ്ധിച്ചാൽ, നിങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവും, എങ്കിലും നിങ്ങൾ സ്പീഡിൽ ഓതുമ്പോ ഒരിക്കലും സ്പീഡിൽ ഓതരുത്. ഇതൊക്കെ ലെവല് ആയ നാവിനൊരു പരിചയമാവട്ടെ. റഹ്മത്ത് എന്ന് പറയുമ്പോ അതിന്റെ ഒരു ഭംഗി നോക്കൂ, ആ ഹാന്റെ. അതേപോലെ തായും റഹ്മത്തുല്ലാ എന്നല്ല, റഹ്മതം മിന്ന. മിന്ന എന്ന് പറയുമ്പോ ഷദ്ദ് വന്നു, അതുകൊണ്ട് രണ്ട് മണിക്കണം, മീമിനും മണിക്കണം, നൂനെയും മണിക്കണം. വമതാഅൻ എന്നാണ് പറയാ, മതാഅൻ എന്നല്ല, വമതാഅൻ ഇലാ ഹീൻ. അവിടെ ഉസ്താദ്മാർ പ്രത്യേകം പഠിപ്പിക്കുന്ന ഒരു സംഭവമാണ്. എന്തെന്നറിയോ? മതാഅൻ ഇലാഹി എന്ന് പറയുമ്പോ എന്താണ് സംഭവിക്കുന്നത്? മതാഅൻ എന്ന ഐനും നമ്മൾ പറയില്ല, പിന്നെയോ മതാഅന്നില എന്ന് നൂനാണ് മണിക്കാണ്, ഹംസനെ ഒഴിവാക്കിയിട്ട്. അങ്ങനെയല്ലല്ലോ. മതാഅൻ ഇലാ ഹീൻ. ഹീൻ എന്നൊക്കെ നമ്മൾ പറയുമ്പോ എന്തുമാത്രം ഭംഗിയാണ് അതിന്. അതേ സമയത്ത് മമതാനിലാഹീൻ മുത്തക്കുമാ ബൈനൈദീക്കും കുറെ മുത്തങ്ങയും തത്തമ്മയൊക്കെ ഇങ്ങനെ കേൾക്കാം ഓതുമ്പോ. അതിന്റെ കാരണം താ പഠിക്കാത്തതുകൊണ്ടാണ്. ഒരിക്കലും നമ്മൾ അങ്ങനെ അള്ളാഹുവിന്റെ കലാമിൽ വളരെ ചീപ്പായിട്ടുള്ള ശബ്ദങ്ങൾ, അറബിക്ക് പോലും പരിചയമില്ലാത്ത, അറബി ഭാഷയിൽ ധാരാളം സംഭവങ്ങൾ, പത്രങ്ങളുണ്ട്, സംസാരങ്ങളുണ്ട്. ആ ഒരു സാധാ സംസാരത്തിൽ പോലും അറബികളുടെ വായിൽ നിന്ന് കേൾക്കാത്ത വളരെ എന്താ പറയാ അഭംഗിയുള്ള ശബ്ദങ്ങളാണ് താഉം കാഫ് ഇതുപോലെ പല അക്ഷരങ്ങളിലും ഖുർആനിൽ നമ്മിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അടിയന്തരമായി എന്ത് ചെയ്യണം? അതിന് നമ്മൾ സലാമത്താവണം. അതിന് നിരന്തരമായ പരിശ്രമത്തിലൂടെ വളരെ പെട്ടെന്ന് ശരിയാവും. അതിന് നിങ്ങൾ സാധാരണ ചൊല്ലുന്ന ദിക്റുകളിലും അദ്കാറുകളിലും സ്വലാത്തുകളിലും സാധാ സംസാരത്തിലൊക്കെ എന്ന് പറഞ്ഞ് ശീലിച്ചാൽ വളരെ പെട്ടെന്ന്, വളരെ സ്പീഡാവും ഇൻഷാ അല്ലാഹ്. അപ്പോ വമതാഅൻ ഇലാ ഹീൻ. നമുക്ക് എല്ലാവർക്കും ഓതി നോക്കാം ഇൻഷാ അല്ലാഹ്. ഇല്ലാ റഹ്മതം മിന്നാ വമതാഅൻ ഇലാ ഹീൻ. ഒന്നുകൂടെ. ഇല്ലാ റഹ്മതം മിന്നാ വമതാഅൻ ഇലാ ഹീൻ. അടുത്തത് وَإِذَا قِيلَ لَهُمُ اتَّقُوا مَا بَيْنَ أَيْدِيكُمْ. ഇങ്ങനെ തന്നെ നിങ്ങൾ ഓതി പഠിക്കണം. ഇതാണ് ഉസ്താദ്മാരിൽ നിന്ന് കേട്ടിട്ടുള്ള ഓത്ത്. വളരെ നിഷ്പ്രയാസം, ഒരു സോഫ്റ്റ് ആയിട്ട് വായിൽ നിന്നിങ്ങനെ ഒഴുകി വരുന്ന അക്ഷരങ്ങളാണ് അള്ളാഹുവിന്റെ കലാമിൽ ഉള്ളത്. അപ്പോ وَإِذَا قِيلَ لَهُمُ اتَّقُوا مَا بَيْنَ أَيْدِيكُمْ. കേട്ടോ? وَإِذَا قِيلَ لَهُمْ എന്ന് ആരെങ്കിലും, ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഓന്നി വരുന്നുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് ഇതാ എന്നല്ല, ഇതാ എന്നല്ല, ഇദാ ഖീല ലഹും, ഖീല ല എന്ന് പറയുമ്പോ നിങ്ങൾ ആ രണ്ട് ലാമ് വായിൽ നിന്ന് ഒരേ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സമയത്ത് ഉച്ചരിക്കുക എന്നല്ല, രണ്ടിന്റെയും സമയം ഒരേപോലെ ആയിരിക്കണം. ല എന്ന് പറയുന്ന അത്രയും സമയം എടുത്തുകൊണ്ട് തന്നെ അടുത്ത ലാമും പറയണം. അതേ സമയത്ത് ഇതെല്ലാം മുത്തഖു എന്ന് പറഞ്ഞ ഒരു ലാം അടുത്ത ലാമിൽ പ്രവേശിക്കുകയാണ്. നമ്മൾ അതിന് സമയം കൊടുക്കാത്തതുകൊണ്ട്. ഏതുപോലെ ഫാത്തിഹയില് റഹ്മാൻ റഹീം മാലിക്കി എന്ന് പറയേണ്ടത് പറയൂല. നമ്മൾ റഹ്മാൻ റഹീം മാലിക്കി യൗമിദ്ദീൻ നമ്മളങ്ങനെ ഓതിപ്പോയി, നമ്മുടെ നിസ്കാരം ബാത്തിലായി പോയി. നേരത്തെ ഉസ്താദ് പറഞ്ഞല്ലോ, അവ്വലു മാ യുഹാസബു ബിഹിൽ അബ്ദു, ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്നത് അവന്റെ നിസ്കാരത്തെ പറ്റിയാണ്. അപ്പോ വഇദാ ഖീല ലഹുമുത്തഖൂ ഇങ്ങനെ. അപ്പൊ ആ ഒരു താഇന്റെ ഭംഗി നോക്കൂ.
وإذا قيل لهم اتقوا ما بين أيديكم ما بين أيديكم അവിടെ ഉള്ള ഹംസയെ നമ്മൾ പ്രത്യേകം മനസ്സിൽ സേവ് ചെയ്ത് വെക്കണം. ഒരിക്കലും മാ ബൈന ഐദീക്കും എന്ന് പറയരുത്. മാ ബൈന ഐദീക്കും നാം ഐദീക്കും എന്ന് സ്വന്തമായി ഉച്ചരിക്കുമ്പോൾ എങ്ങനെയാണോ ഉച്ചരിക്കുന്നത് അതിനേക്കാൾ ഒരല്പം പോലും വ്യക്തത കുറയാൻ പാടില്ല. മാ ബൈന ഐദീക്കും ഐദീക്കും മാ ബൈന ഐദീക്കും രണ്ടും ഒരേപോലെ പറഞ്ഞാൽ മതി. ഐദീക്കും വമ അവിടെ മീമും പറയണം വാവും പറയണം. രണ്ടും പറയുമ്പോ രണ്ട് ഷേപ്പാണ് നമ്മുടെ ചുണ്ടുകൾക്ക് വരിക കേട്ടോ. എന്ന് പറയുമ്പോ ചുണ്ട് കൂടിയിട്ടാണ് ഉണ്ടാവുക. വാവ് പറയുമ്പോ ഒന്നിങ്ങനെ മുന്നോട്ട് എടുത്തുകൊണ്ട് ആ വൃത്തത്തിൽ നിന്ന് വരും. അപ്പൊ ഐദീക്കും വമ നിങ്ങളൊന്ന് പറഞ്ഞു.